ഹലോ ഫോക്സ്. ഈ 2024 സീസണിന്റെ സെക്കൻഡ് ഹാഫ് മുഴുവൻ ഇനി ഒരു കംപ്ലീറ്റ് പെക്കോ ബാഗ്നായ ഡോമിനേഷൻ ആയിരിക്കുന്നു നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നപ്പോൾ നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് ഹോക്കെ മാർട്ടിൻ വീണ്ടും പോയിന്റ്സ് ടേബിളിൽ നമ്പർ 1 എത്തിയേക്കുന്നത്. അതുപോലെ തന്നെ ഡുക്കാട്ടി ഫാക്ടറി ടീമിൽ നിന്ന് ഔട്ടാക്കിയെങ്കിലും ഐ വോണ്ട് ഗോ വിതൗട്ട് എ ഫൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി പാസ്റ്റിനി സ്പ്രിന്റ് റേസിലും മെയിൻ റേസിലും ബാക്ക് ടു ബാക്ക് വിക്ടറീസ് ആയിട്ട് ഇപ്പോൾ ഒരു ടൈറ്റിൽ കണ്ടൻഡർ ആയേക്കാണ്. ആൻഡ് ഹീസ് നൗ ഇൻ ദ ടോപ്പ് 3 പൊസിഷൻസ്. സോ ഒരുപാട് ട്വിസ്റ്റുകളും ഡ്രാമാസും അഗ്രസീവ് ഓവർടേക്കിങ്സും ക്രാഷുകളും എല്ലാമായിട്ട് നാസ്കാറോ അല്ലെങ്കിൽ ഫോർമുല 1 ഒന്നുമല്ല, വി ആർ ദ ബെസ്റ്റ് മോട്ടോ സ്പോർട്ട് എവർ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടാണ് മോട്ടോ ജിപിയുടെ 2024 സീസൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് എല്ലാവരും പറയുന്നത് പോലെ വാട്ട് എ ടൈം ടു ബി എ മോട്ടോ ജി പി ഫാൻ. സോ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മുടെ 1 മന്ത് ലോങ് സമ്മർ ബ്രേക്കിന് ശേഷം മോട്ടോ ജി പി വീണ്ടും അതിന്റെ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ ആഴ്ചയായിരുന്നു സിൽവർസ്റ്റൺ ജി പി നടന്നത്. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിൽവർസ്റ്റൺ ജി പിനെ കുറിച്ചാണ്. സോ വെൽക്കം ടു BBK മോട്ടോ ലവ് മോട്ടോ ജി പി പോഡ്കാസ്റ്റ് എപ്പിസോഡ് നമ്പർ 5. ഐ എം യുവർ ഹോസ്റ്റ് ബിൽസൺ ബെന്നി. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഗ്രേറ്റ് ബ്രിട്ടീഷ് ജി പിനെ കുറിച്ചാണ്. ഓക്കെ, സോ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് നടന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് ആക്ച്വലി തിങ്കളാഴ്ച തന്നെ ചെയ്യണമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ ഓരോ തിരക്കുകൾ കാരണം നമുക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. ഇപ്പോഴാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇനിയിപ്പോൾ ഇത് ചെയ്യണോ വേണ്ടെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. പക്ഷേ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഗ്രാൻഡ് പ്രിക്സ് ആണ് ശരിക്കും ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ മോട്ടോ ജി പിയുടെ ചരിത്രം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യത്തെ മോട്ടോ ജി പി റേസ് നടന്നിരിക്കുന്നത് ബ്രിട്ടനിലാണ്. ആൻഡ് അത് സിൽവർസ്റ്റണിലല്ല, പക്ഷേ ഐൽ ഓഫ് മെൻ എന്ന് പറയുന്ന ഐലൻഡിലാണ് നടന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് കേട്ടാൽ ഇൻഫേമസ് ആയിട്ടുള്ള ഐൽ ഓഫ് മെൻ TT ദ ഡെത്ത് റേസ് എന്നൊക്കെ പറയുന്ന ആ സംഭവം നടക്കുന്നതും ഐൽ ഓഫ് മെൻ ഐലൻഡിൽ തന്നെയാണ്. അപ്പോൾ മോട്ടോ ജി പിയുടെ ചരിത്രം എന്ന് പറയുന്നത് ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഹിയർ ഇൻ ബ്രിട്ടൻ. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് 75ാം വാർഷികം, അതായത് ഇപ്പോൾ ഏകദേശം 75 ഇയേഴ്സ് ആയിട്ടുണ്ട് മോട്ടോ ജി പിയുടെ റേസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ 75ാം വാർഷികം ഈ വർഷമാണ് ആഘോഷിക്കുന്നത്. ആൻഡ് അതിൻ്റെ ഒരു ആദര സൂചകമായിട്ടെന്ന് വേണമെങ്കിൽ പറയാം, ഇത്തവണത്തെ ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സിൽ എല്ലാ ടീമുകളും അവരുടെ ഒരു വിൻറ്റേജ് ലിവറീസ് ആയിട്ടാണ് റേസ് ചെയ്യാൻ വന്നത്. ആൻഡ് നമ്മൾ മുന്നേ ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഒരു റേസിൽ ഈ സിൽവർസ്റ്റൺ ജി പിയിൽ എല്ലാ ടീമുകളും അവരുടെ ഒരു വിൻറ്റേജ് ലിവറി ഒക്കെ ആയിട്ടായിരിക്കും വരികയെന്ന്. ആൻഡ് നമുക്കത് കാണാൻ പറ്റിയത് മെയിൻ റേസിലാണ്. കാരണം ബാക്കി പ്രാക്ടീസ് സെഷനിലോ അല്ലെങ്കിൽ സ്പ്രിന്റ് റേസിലോ ഒക്കെ ഇവർക്ക് ആകെപ്പാട് ഒരു വിൻറ്റേജ് ലിവറി മാത്രമേ കാണുള്ളൂ. അപ്പോൾ അതിലെല്ലാം വിട്ടിട്ട് അൺഫോർച്ചുനേറ്റ്ലി എങ്ങാനും ഒന്ന് ക്രാഷ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ പഴയ ലിവറി എടുത്തിടേണ്ടി വരും. അതായത് നോർമലി എല്ലാ ജി പിയിലും ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നിറച്ച് സ്പോൺസേഴ്സ് ആയിരിക്കും, അതിൽ പ്രത്യേകിച്ച് അവരുടെ വിൻറ്റേജ് കളേഴ്സ് ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് മെയിൻ റേസിൽ മാത്രമാണ് ഈ ലിവറീസ് യൂസ് ചെയ്തത്. ആൻഡ് ഒരു മോട്ടോ ജി പി ഫാൻ എന്ന് പറയുന്നത് ഞാനൊക്കെ ഒരു ന്യൂ കമ്മറാണ്. അതായത് ഞാൻ 2018 മുതലൊക്കെയാണ് മോട്ടോ ജി പി കണ്ടു തുടങ്ങിയത്. പക്ഷേ എന്നെക്കായി ഒരുപാട് മുമ്പ് 20-30 വർഷം മുമ്പ് മുതൽ ഇത് കാണുന്ന ആൾക്കാർക്ക് ആക്ച്വലി ഒരു ബ്രെത്ത് ഓഫ് ഫ്രഷ് എയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം പണ്ടത്തെ റേസ് ലിവറീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി ഒരൊറ്റ സ്പോൺസറെ കാണുള്ളൂ, മാൽബ്രോ അല്ലെങ്കിൽ വേറെ ഏതൊരു അടിപൊളി സിഗരറ്റ് കമ്പനിയുടെ ഒക്കെ ഒരൊറ്റ സ്പോൺസർഷിപ്പ് കാണും. ആൻഡ് ആ ഒരൊറ്റ സ്പോൺസറിന്റെ ടൈറ്റിൽ എഴുത്തും ബാക്കി മുഴുവൻ ആ ഒരു ലിവറിന്റെ കളറും ഒക്കെ ആയിരിക്കും. സോ ദ ബൈക്സ് ആർ സോ ക്ലീൻ ആൻഡ് സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ വിൻറ്റേജ് കളേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം നിലവിലുള്ള കളേഴ്സായിട്ട് നല്ല വ്യത്യാസം ഉണ്ടാകും. കാരണം ഹോണ്ടയ്ക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഇടയ്ക്കല്ല ഒരു 20 വർഷം 30 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ റെപ്സോളിൻ്റെ ഒരു ടൈറ്റിൽ റെപ്സോളിൻ്റെ ഒരു സ്പോൺസർഷിപ്പ് കിട്ടി തുടങ്ങിയിട്ട്. അപ്പോൾ അന്ന് മുതൽ ഹോണ്ടയുടെ കളേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് ദ ഓറഞ്ച് ആൻഡ് അതിൽ കുറച്ച് ബ്ലൂ ഒക്കെ ആയിരുന്നു. പക്ഷേ ഹോണ്ടയുടെ മെയിൻ ആയിട്ടുള്ള കളർ എന്ന് പറയുന്നത് ബ്ലൂ, വൈറ്റ്, അതുപോലെ ഓറഞ്ച്, ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തവണത്തെ ഈ വിൻറ്റേജ് ലിവറിയിൽ വന്നപ്പോൾ ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ ടു സീ ദ ഹോണ്ട. അതുപോലെ LCR ഹോണ്ടയുടെ കാസ്ട്രോൾ ലിവറി ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഗ്രീൻ ആൻഡ് അത് കാണാൻ ഭയങ്കര രസമായിരുന്നു. ഗ്രിസീനി വന്നത് കംപ്ലീറ്റ് വൈറ്റ് ആയിട്ടാണ്. യൂഷ്വലി അവരൊരു സ്കൈ ബ്ലൂ കളറോ ഏതൊരു ബ്ലൂ കളറൊക്കെ ആയിട്ടാണ് അവർ കൊണ്ടു നടക്കാറ്. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഗുഡ് ടു സീ. അപ്പോൾ ഡുക്കാട്ടി മാത്രം റെഡ് പോലെ വന്നു. സോ നമുക്ക് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. ഇപ്പോൾ ഉള്ള ലിവറിയും പണ്ടത്തെ ലിവറിയും ഏകദേശം സെയിം പോലെ ഇരിക്കുന്നു. അതുപോലെ യമഹയുടെ ആണെങ്കിലും എല്ലാവരുടെയും ഒന്നിനൊന്നും മികച്ചതായിട്ട് നമുക്കൊരു ഞാൻ ആദ്യം പറഞ്ഞൊരു ബ്രെത്ത് ഓഫ് ഫ്രഷ് എയർ ആയിരുന്നു ആക്ച്വലി ലിവറീസിൽ. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലിവറീസിൽ ഇവരെ കാണാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോ ഇറ്റ് വാസ് എക്സൈറ്റിംഗ് ടു വാച്ച്. ഓക്കെ, അപ്പോൾ ആ ഒരു വിൻറ്റേജ് ലിവറി സെലിബ്രേഷനൊക്കെ കാര്യം അങ്ങനെ. ഇനി നമ്മൾ റേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് എ ക്ലാസിക് മോട്ടോ ജി പി റേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം യൂഷ്വലി നമ്മൾ ഈ ഇടയ്ക്കായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ലോസ് ടു ക്ലോസ് ബാറ്റിൽസ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഒറ്റയാൾ ഡൊമിനേഷൻ ഒക്കെയാണ്. പണ്ടും ഉണ്ടായിരുന്നു, ഒറ്റയാൾ ഡൊമിനേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ പണ്ട് കൂടുതലായിട്ടും ഒരു 2-4 ഫാക്ടറി ടീമുകൾ ഫ്രണ്ടിൽ ഫൈറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണാറുള്ളത്. ഇപ്പം നിങ്ങൾ റോസി എറ നോക്കുവാണെങ്കിലും അല്ലെങ്കിൽ അതിന് മുമ്പുള്ള 2 സ്ട്രോക്ക് എറയൊക്കെ നോക്കുവാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 2 പേര് ഫ്രണ്ടിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഏകദേശം അതുപോലത്തെ ഒരു ക്ലാസിക് റേസ് തന്നെയാണ് ഇത്തവണ നടന്നത്. സോ ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് വാസ് ഇൻ ദാറ്റ് എന്താ പറയുക, അത്രയും ബോറിംഗ് ആയിട്ട് നമുക്ക് തോന്നിയില്ല. ആക്ച്വലി 2024 സീസണിലെ ആദ്യത്തെ 4-5 റേസുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഒന്നിനോടൊന്നും മികച്ചതായിട്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ്സ്, ഓവർടേക്സ് എല്ലാം കൊണ്ടും അല്ലെങ്കിൽ ക്രാഷുകൾ എല്ലാം കൊണ്ടും ഒരു കംപ്ലീറ്റ്ലി എന്താ പറയുക എക്സൈറ്റിംഗ് സീസൺ ആയിരുന്നു.
ആൻഡ് അതിനുശേഷം മുജലോ വന്നു, പിന്നെ ജർമ്മൻ ഗ്രാൻഡ് പ്രിക്സ് വന്നു. എല്ലാത്തിലും അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു റേസ് അല്ലായിരുന്നു. ഒരു ക്ലോസ് ടു ക്ലോസ് ഫൈറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. മെയിൻ ആയിട്ട് പെക്കോ ബാഗ്നയുടെ ഒരു കംപ്ലീറ്റ് ഡൊമിനേഷൻ അല്ലെങ്കിൽ ഓഹെ മാർട്ടിന്റെ ഒരു കംപ്ലീറ്റ് ഡൊമിനേഷൻ, ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്താ പറയുക, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് സ്പ്രിന്റ് റേസിലാണെങ്കിലും മെയിൻ റേസിലാണെങ്കിലും വിക്ടറി ഒക്കെ എടുത്തത്. സോ ഈ ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് പ്യൂർലി ഫോർ ഇനിയ ബാസ്നിനി. സോ ഇനിയ ബാസ്നിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഡുക്കാട്ടിയുടെ ഫാക്ടറി റൈഡറാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ വർഷം ഡിസാസ്റ്റർ സ്ട്രക്ക്, പുള്ളിക്ക് ബാക്ക് ടു ബാക്ക് ഇഞ്ചുറീസ് ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് മര്യാദയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ ആയിട്ട് പയ്യെ തഴഞ്ഞു പോകുമായിരുന്നു. ആൻഡ് ഈ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോഴാണെങ്കിലും ഇനിയ വാസ് ഇൻ എ ഗ്രേറ്റ് ഫോം. അപ്പോൾ മിക്കപ്പോഴും ഒരു ടോപ്പ് 6 അല്ലെങ്കിൽ ടോപ്പ് 7 ഒക്കെ മേ ബി എത്താൻ പറ്റിയേക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ബ്രില്യൻ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയില്ല. ആൻഡ് ഐ തിങ്ക് സാഷൻഡറിന് മുതൽ അല്ലെങ്കിൽ മുജല്ല മുതലാന്ന് തോന്നുന്നു ഇനിയ ബാസ്റ്റിനി എന്താ പറയുക, ഒരു പ്രത്യേക ക്ലാസ് കാഴ്ചവെക്കാൻ തുടങ്ങിയത് അപ്പം മുതലാണ്. ലൈക്ക് പുള്ളി ക്വാളിഫൈ ഒക്കെ ചെയ്യുന്നത് കുറെ ബാക്കിൽ നിന്നൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഇനീഷ്യലി ഉള്ള ലാബ്സിലൊക്കെ പുള്ളി അത്രയ്ക്ക് അങ്ങ് അഗ്രഷൻ കാണിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ 7th പൊസിഷൻ അല്ലെങ്കിൽ 6th പൊസിഷൻ ആ ഒരു റേഞ്ചിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ആസ് ദ റേസ് പ്രോഗ്രസ് പയ്യെ എന്താ പറയുക പൊസിഷൻസ് ഗെയിൻ ചെയ്ത് ടോപ്പ് 3 അല്ലെങ്കിൽ ടോപ്പ് 1 ഒക്കെ എത്താനായിട്ട് ഇനിയ നോക്കും. ആൻഡ് പുള്ളിയുടെ ടയർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ബ്രില്യൻ്റ് ആണ്, ഒരു രക്ഷയില്ല. ആർക്കും ഒരു രീതിയിലും എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ടയർ മാനേജ്മെന്റ് ആണ് ഇനിയ കാഴ്ചവെക്കുന്നത്. ആൻഡ് ഐ തിങ്ക് മുജല്ലോ റേസിലാണെന്ന് തോന്നുന്നു മാർക്ക് മാർക്കസ് പറഞ്ഞത് ലാസ്റ്റ് 4 or 5 ലാപ്സ് ആയപ്പോഴത്തേനും ഇനി ഒരു ന്യൂ സെറ്റ് ഓഫ് ടയേഴ്സ് ഇട്ട പോലെയാണ് പുള്ളി പെർഫോം ചെയ്തതെന്നാണ്. ലൈക്ക് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു റേസ് ആയിരുന്നു. നമ്മൾ മുജലോ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ലാസ്റ്റ് കോർണറിലാണ് ഹോഹെ മാർട്ടിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഇനിയ ഫ്രണ്ടിൽ എത്തിയത്. ഇറ്റ് വാസ് എ ബ്രില്യൻ്റ് റേസ് ഫ്രം ഇനിയ. അപ്പോൾ അങ്ങനെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു റൈഡർ അല്ലെങ്കിൽ ഒരു റേസറാണ് ഇനിയ ബാസ്നിനി. അൺഫോർച്ചുനേറ്റ്ലി പരിക്കുകളൊക്കെ കാരണം ഹി കുഡൻ പെർഫോം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡുക്കാട്ടി അവരുടെ നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് നോക്കി. സോ ഐദർ ഹോഹെ മാർട്ടിൻ അല്ലെങ്കിൽ മാർക്ക് മാർക്കസ്, ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നത്. ആൻഡ് വി നോ വാട്ട് ഹാപ്പൻഡ്. ഫൈനലി ദേ ടുക്ക് മാർക്ക് മാർക്കസ് ആൻഡ് ഇനിയ ബാസ്നിനിയും ഹോഹെ മാർട്ടിനും രണ്ടുപേരും ഡുക്കാട്ടിയിൽ നിന്ന് ലീവ് ചെയ്തു. ആൻഡ് ഇനിയിപ്പോൾ പയ്യെ ആ പഴയ ഫോമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് നൗ ഹീസ് എ ടൈറ്റിൽ കണ്ടൻഡർ. ലൈക്ക് ഒരു 36 പോയിന്റ്സിൻ്റെ ഒക്കെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ സെക്കൻഡിൽ നിൽക്കുന്ന പെക്കോ ബാഗ്നായൊക്കെ ആയിട്ട്. അപ്പോൾ എനിത്തിങ് ക്യാൻ ഹാപ്പൻ ഇൻ മോട്ടോ ജി പി. ഒരു ക്രാഷ് മതി, രണ്ടുപേരും കൂടി ഒന്ന് വൈപ്പ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ തന്നെ 37 പോയിന്റിൻ്റെ ഒരു ഡിഫറൻസ് വരും, 2 റേസും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എനിത്തിങ് ക്യാൻ ഹാപ്പൻ ഇൻ മോട്ടോ ജി പി എന്ന് വീണ്ടും കാണിച്ചുകൊണ്ടാണ് ഈ സീസൺ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ആദ്യത്തെ ടോപ്പ് 3 പൊസിഷൻസിൽ നിലവിൽ നിൽക്കുന്നത് നമ്മുടെ ഡുക്കാട്ടി 2024 മോഡൽ ബൈക്സ് ആണ്. ഫ്രാങ്കോ മോബിഡിലി ഒഴിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കി 3 പേരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. സോ ഇത് മെയിൻ ആയിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2023 ഡുക്കാട്ടി ബൈക്കും ഇത്തവണത്തെ ഡുക്കാട്ടി ബൈക്കും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് ആണ്. യൂഷ്വലി ഒരു റെവല്യൂഷണറി ഡിഫറൻസ് അല്ല, ഒരു എവല്യൂഷണറി ഡിഫറൻസ് ആണ് ഒരു ഇയറും നെക്സ്റ്റ് ഇയറും തമ്മിലുള്ള ബൈക്കുകൾ തമ്മിലുണ്ടാവുക. പക്ഷെ ഇത്തവണ എന്താ സംഭവിച്ചേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡുക്കാട്ടി ഒരു 10 മുഴ മുന്നേറിഞ്ഞേക്കാണ്. ആൻഡ് ഒരിക്കലും കാണാത്ത തരത്തിലുള്ള ഒരു ഡിഫറൻസ് ആണ് 23 ബൈക്കും 24 ബൈക്കും തമ്മിലുള്ളത്. ഈവൻ 23 ബൈക്ക് അത്യാവശ്യം അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ബാക്കി മാനുഫാക്ചേഴ്സിന്, അതായത് KTM അപ്രയിലേക്കും ഒന്നും 23 ബൈക്കിൻ്റെ ഒപ്പം തന്നെ എത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആൻഡ് 24 ബൈക്കിനെ കുറിച്ച് ആലോചിക്കുക പോലും വേണ്ട. ഏകദേശം ആ ഒരു കോട്ട റേസ് ഒഴിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ വേറെ ഒരു ടീമിനും അത്രയ്ക്ക് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ ഒരു സീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. സോ ഡുക്കാട്ടിയുടെ ആ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺബിലീവബിൾ ആൻഡ് ഇറ്റ് ഈസ് സോ ഡേഞ്ചറസ് ആക്ച്വലി. അപ്പോൾ അങ്ങനെയാണ് ഇനിയ ബാസ്നിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ഇനി ബാക്കിയുള്ള റേസുകൾ കണ്ടിട്ട് അറിയാം ഈ ഒരു ഫോം നിലനിർത്തുമോ അതോ ഇത് വൺ ടൈം ഷോ ആണോ എന്നുള്ളത്. മോസ്റ്റ്ലി എന്തായാലും ഒരു ടോപ്പ് 10 തന്നെ ഇനിയ ബാസ്നി എപ്പോഴും ഉണ്ട്. ആൻഡ് ടോപ്പ് 5 മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട്. ക്രാഷ് ആയി പോയില്ലെങ്കിൽ മാത്രമാണ് ഇനിയ ബാസ്നിനെ നമ്മളൊരു ടോപ്പ് 5 പൊസിഷൻസിൽ കാണാത്തതായിട്ടുള്ളൂ. അപ്പോൾ ലെറ്റ്സ് ഹോപ്പ് ഈ ഒരു ടൈറ്റിൽ ഫൈറ്റ് എന്ന് പറയുന്നത് എൻഡ് വരെ പോകുന്നത് നമുക്ക് ആശിക്കാം. കാരണം കഴിഞ്ഞ സീസൺ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 2022 സീസണിൻ്റെ ഏറ്റവും അവസാനത്തെ റേസ് വരെ ആ ടൈറ്റിൽ ഫൈറ്റ് ഉണ്ടായിരുന്നു. ഹോഹെ മാർട്ടിൻ വേഴ്സസ് ഡുക്കാട്ടിയുടെ പെക്കോ ബാഗ്നായ എന്ന് പറയുന്ന അവർ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റ് ഏകദേശം അവസാനം വരെ ഉണ്ട്. ഇത്തവണ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് തന്നെ പെക്കോ ബാഗ്നായ ഒരു കംപ്ലീറ്റ് ഡോമിനേഷൻ ആയിരിക്കും ഇനി സെക്കൻഡ് ഹാഫ് മൊത്തം. അതിനുശേഷം ആർക്കും പുള്ളിനെ പിടിക്കാൻ പറ്റില്ല എന്നാണ്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ലൈക്ക് ഹോഹെ മാർട്ടിൻ ഡുക്കാട്ടിയിൽ നിന്ന് സൈൻ ഔട്ട് ചെയ്തു, അതുപോലെ തന്നെ നമ്മുടെ ഇനിയ ബാസ്നിനെയും ഡുക്കാട്ടിയിൽ നിന്ന് സൈൻ ഔട്ട് ചെയ്തു. അപ്പോൾ ഈ 2 റൈഡേഴ്സ് പോവുകയാണ്. അതുപോലെ തന്നെ പ്രമാക് ഡുക്കാട്ടി ഇനി നെക്സ്റ്റ് ഇയർ മുതൽ യമഹയുടെ ഒപ്പമാണ്. അപ്പോൾ ഈ 2 കാരണങ്ങൾ കാരണം ഡുക്കാട്ടിക്ക് ഇനിയും ഇവർക്ക് മേജർ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഹോഹെ മാർട്ടിൻ ജയിച്ചിട്ടുണ്ടെങ്കിലും ഇനിയ ബാസ്നിനെ ജയിച്ചിട്ടുണ്ടെങ്കിലും ഹോഹെ മാർട്ടിൻ ജയിക്കുമ്പോൾ ഇപ്പോൾ പ്രമാക്കിനാണ് ആ ഒരു ടൈറ്റിൽ കിട്ടാൻ പോകുന്നത്. അപ്പോൾ അവരത് ജയിച്ച് അവരെ ടൈറ്റിൽ എടുത്ത് അടുത്ത വർഷം നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ട് അപ്രീലിലേക്കോ അല്ലെങ്കിൽ KTMലേക്കോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഡുക്കാട്ടിക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം അവരുടെ മാനുഫാക്ചറർ അവരുടെ ബൈക്കിൽ ആൾക്കാരെ ജയിച്ചിട്ട് വേറെ ആൾക്കൊരു നമ്പർ 1 എന്ന് പറയുന്ന സ്ലിപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ.
അതുകൊണ്ട് തന്നെ ഡുക്കാട്ടി അവരുടെ റേസുകൾ സാബോറ്റാജ് ചെയ്തില്ലെങ്കിൽ പോലും അവർക്ക് ഇനി വരുന്ന ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് ഒന്നും കൊടുക്കാൻ ഒരു വഴിയില്ല. സോ അങ്ങനെ അപ്ഡേറ്റ്സ് വരാണ്ടാവുമ്പോൾ തന്നെ ഈ സെയിം ഇയർ ബൈക്കിനാണെങ്കിൽ പോലും നല്ല ഡിഫറൻസ് ഉണ്ടാവും. ലൈക്ക് ഒരു സമ്മർ ബ്രേക്കിന് ശേഷം ആദ്യം തന്നെ ഈ സമ്മർ ബ്രേക്കിന്റെ ടൈമിൽ ടീമുകളൊക്കെ റെസ്റ്റ് ചെയ്യല്ല, അവർ കൂടുതലായിട്ട് ഓരോ റിസർച്ച് ഒക്കെ നടത്തിയിട്ട് എങ്ങനെയാണ് നമുക്ക് ടൈം ഇനിയും കുറയ്ക്കാൻ പറ്റുക എന്നൊക്കെയാണ് അവർ നോക്കുക. അപ്പോൾ അവർ കുറെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ കൊണ്ടുവരും, കുറെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കും. ആൻഡ് അവരത് വീണ്ടും ഈ 2024 ബൈക്കുകളിലേക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പോൾ അതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ കൂടി ആകുമ്പോഴത്തേനും ബൈക്കുകൾ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതുവഴി അപ്ഡേറ്റ്സ് കിട്ടാത്ത ബൈക്കും ഈ 2024 പുതിയ ബൈക്സും തമ്മിൽ വീണ്ടും പെർഫോമൻസിൽ നല്ല കാര്യമായിട്ടുള്ള ഡിഫറൻസ് വരികയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി എല്ലാ റേസുകളും കാണാറുള്ളത്. ബട്ട് എന്താണോ ഹോഹെ മാർട്ടിൻ വീണ്ടും ഫസ്റ്റ് എത്തിയേക്കാണ് പോയിന്റ്സ് ടേബിളിൽ. സോ ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. കാരണം ഹോഹെ മാർട്ടിന്റെ മാത്രം കഴിവ് വെച്ചുകൊണ്ടല്ല, പെക്കോ ബാഗ്നായി കാണിച്ചിട്ട് വലിയ മണ്ടത്തരമുണ്ട്. അതാണ് മോട്ടോ ജിപിയിൽ നമുക്ക് എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് പറയാനുള്ള മെയിൻ റീസൺ. സോ പെക്കോ ബാഗ്നായി ആ സ്പ്രിന്റ് റേസിന്റെ സമയത്ത് ഒന്ന് ക്രാഷ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഹി ലോസ്റ്റ് എന്താ പറയുക ലൈക്ക് 15 പോയിന്റ്സ് ഐ ഗസ്. സോ ഓൾറെഡി ഏകദേശം ഒരു 9 പോയിന്റ്സിന്റെ എന്തോ ഡിഫറൻസ് ആണ് ഹോഹെ മാർട്ടിനും പെക്കോ ബാഗ്നായും തമ്മിലുണ്ടായിരുന്നത്. ആൻഡ് ആ ഡിഫറൻസ് വരാൻ കാരണം തന്നെ ഹോഹെ മാർട്ടിൻ പ്രീവിയസ് റേസിൽ ക്രാഷ് ആയതാണ്. സോ പെക്കോ ബാഗ്നായ കുഡ് ക്യാച്ച്. അപ്പം അതിനുശേഷം സ്പ്രിന്റ് റേസ് ആയപ്പോൾ പെക്കോ ബാഗ്നായ ക്രാഷ് ആയി. ആൻഡ് പുള്ളി പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് പുള്ളിയുടെ തന്നെ മിസ്റ്റേക്ക് കാരണം ക്രാഷ് ആയതെന്നാണ്. സോ ഫസ്റ്റ് എത്തിയത് ഇനിയ ബാസ്റ്റിനിയാണ് ആൻഡ് സെക്കൻഡ് ഐ തിങ്ക് ഇറ്റ് വാസ് ഹോഹെ മാർട്ടിൻ. സോ അതിനുശേഷം വന്ന മെയിൻ റേസിലാണെങ്കിലും ഇനിയ ബാസ്റ്റിനി ഒരു കിടിലം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ആൻഡ് പെക്കോ ബാഗ്നായ വാസ് തേർഡ്, ഹോഹെ മാർട്ടിൻ വാസ് സെക്കൻഡ്. പ്രീവിയസ് ക്രാഷുകളും അതുപോലെ ഈ അപ്ഡേറ്റ്സ് ഒന്നും കിട്ടാണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹോഹെ മാർട്ടിൻ വീണ്ടും താഴെ പോകും എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന സമയത്താണ് പെക്കോ ബാഗ്നായ ഹോഹെ മാർട്ടിന് തിരിച്ചൊരു ജീവശ്വാസം കൊടുത്തേക്കുന്നത്. സോ ആക്ച്വലി ഇത് പെക്കോ ബാഗ്നായ ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി കളിക്കുന്ന ഗെയിമാണെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഹീസ് എ കംപ്ലീറ്റ്ലി ഡോമിനേറ്റിംഗ് റൈഡർ. എന്തായാലും അറിഞ്ഞുകൊണ്ട് ആരും മിസ്റ്റേക്സ് ഒന്നും ചെയ്യത്തില്ല. ബട്ട് ലെറ്റ്സ് സീ ഈ ഒരു ക്രാഷും ഈ ഒരു ട്വിസ്റ്റ് വരുന്നത് എങ്ങനെയാണ് ഇവരുടെ സൈക്കോളജിയിൽ പ്ലേ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. ഹോഹെ മാർട്ടിൻ ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂ ദിസ് ഫൈറ്റിംഗ്. ഇനി ക്രാഷ് ആവാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇനിയായിട്ട് ചെയ്യാനുള്ള കാര്യം. കാരണം ക്രാഷ് ആവുന്നതനുസരിച്ച് 0 പോയിന്റ്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ എത്ര നാൾ നമുക്ക് എന്തോരം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നു നമ്മളിപ്പോൾ പോയിന്റ്സ് ടേബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടും പറ്റത്തില്ല. കാരണം പെക്കോ ബാഗ്നായ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഇനിയ ബാസ്റ്റിനി ഒരു കുറച്ച് പോയിന്റ്സ് ഡിഫറൻസിൽ അവരുടെ കൂടെ തന്നെയുണ്ട്. ഈ 3 ബൈക്സും 24 ബൈക്സ് ആണ്. സോ 3 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഔട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കാനും പറ്റും. അപ്പോൾ ഹോഹെ മാർട്ടിൻ ഇസ് ഇൻ എ തിൻ മാർജിൻ ആൻഡ് ടു കീപ് ഇറ്റ് ഹി ഷുഡിൻ ക്രാഷ്. പിന്നെ എപ്പോഴും ജയിക്കാൻ നോക്കാണ്ടിരിക്കുക. എപ്പോഴും ജയിക്കാൻ നോക്കുമ്പോഴാണല്ലോ ഹോഹെ മാർട്ടിൻ നമ്മളിങ്ങനെ ക്രാഷ് ആയിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ എത്ര പോയിന്റ്സ് നേടാൻ പറ്റുമോ അത്രയും പോയിന്റ്സ് നേടിയിട്ട് ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. മെയിൻ റേസിന്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഹോഹെ മാർട്ടിൻ ഡിഡ് എ ബ്രില്യൻ റേസ്. കാരണം ഇനിയ ബാസ്റ്റിനിനെ എന്തായാലും പുള്ളിക്ക് പിടിച്ച് നിർത്താൻ പറ്റില്ല എന്ന് പുള്ളിക്ക് മനസ്സിലായി. പക്ഷേ ഇനിയ ബാസ്റ്റിനിനെ വീണ്ടും തിരിച്ച് പിടിക്കാനായിട്ട് നോക്കാണ്ട് എത്ര പോയിന്റ്സ് ആണ് സെക്കൻഡ് പൊസിഷൻ എങ്കിൽ സെക്കൻഡ് പൊസിഷൻ എത്ര പോയിന്റ്സ് ആണ് നേടാൻ പറ്റുന്നത്, റിസ്ക് ഒന്നും എടുക്കാണ്ട് ആ പോയിന്റ്സ് ഒന്നും കളഞ്ഞു പിടിക്കാണ്ട് ആ ഒരു സെക്കൻഡ് പൊസിഷൻ കീപ്പ് ചെയ്യാനാണ് പെക്കോ ബാഗ്നായ ഹോഹെ മാർട്ടിൻ നോക്കുന്നത്. സോ ഇവർ 3 പേരുടെയും കാര്യം ഇങ്ങനെയാണ്. ദ ടൈറ്റിൽ കണ്ടൻഷൻ ഇസ് സ്റ്റിൽ ഓൺ. പെക്കോ ബാഗ്നായ അങ്ങനെ കംപ്ലീറ്റ് ഡൊമിനേഷൻ ആയിട്ട് പോയിട്ടൊന്നുമില്ല. നമുക്ക് ഇനി ഒരുപാട് ട്വിസ്റ്റുകളും ഒരുപാട് ട്വിസ്റ്റുകളും കാണാനൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇനി ബാക്കിയുള്ളവരുടെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ പറയാനുള്ളത് മാർക്ക് മാർക്കസിന്റെ കാര്യമാണ്. സോ മാർക്ക് മാർക്കസ് ഹാഡ് എ ആവറേജ് ഒരു ടെറിബിൾ വീക്കെൻഡ് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം നന്നായിട്ടൊന്നും ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് ടോ ഒക്കെ എടുത്തിട്ടാണ് മാർക്ക് മാർക്കസ് ക്വാളിഫൈ ചെയ്തത് തന്നെ. ഐ മീൻ നേരെ Q2ലേക്ക് കയറിയത്. ആൻഡ് Q2ലാണെങ്കിൽ പോലും ഐ തിങ്ക് ഹി സ്റ്റാർട്ടഡ് ഇൻ ദ 7th പൊസിഷൻ വിച്ച് ഇസ് ദ 3rd റോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മാർക്ക് മാർക്കസ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ സ്പ്രിന്റ് റേസിന്റെ സമയത്ത് പെക്കോ ബാഗ്നായ ക്രാഷ് ഔട്ട് ആയതുപോലെ തന്നെ മാർക്ക് മാർക്കസ് ഒരു സെയിം കോർണറിൽ തന്നെ ക്രാഷ് ഔട്ട് ആയി. സോ ഹി ലോസ്റ്റ് ലൈക്ക് 7 or 8 പോയിന്റ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പ്രിന്റ് റേസിന്റെ സമയത്ത് ഇനിയ ബാസ്റ്റിനി കോട്ട് അപ്പ് വിത്ത് മാർക്ക് മാർക്കസ്. സോ ഇത്രയും നാൾ വരെ മാർക്ക് മാർക്കസ് ആയിരുന്നു 3rd പൊസിഷനിൽ നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയ ബാസ്റ്റിനി സ്പ്രിന്റ് റേസിൽ തന്നെ മാർക്ക് മാർക്കസിനെ ഓവർടേക്ക് ചെയ്തു. ആൻഡ് ഇനിയ ബാസ്റ്റിനി മെയിൻ റേസിൽ ടോപ്പ് 1 ആയതുകൊണ്ട് മാർക്ക് മാർക്കസ് 4th പൊസിഷനും ആയതുകൊണ്ട് അവർ തമ്മിലുള്ള ഗ്യാപ്പ് കുറച്ചുകൂടെ വൈഡനായി. ബട്ട് മാർക്ക് മാർക്കസ് ഐ ഡോണ്ട് തിങ്ക് ഹീസ് ഇൻ ദ ടൈറ്റിൽ കണ്ടൻഷൻ. കാരണം എത്രത്തോളം പുള്ളി കഷ്ടപ്പെട്ട് റേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ദ 23 GP ബൈക്ക് ആൻഡ് ദ 24 GP ബൈക്ക് ഹാസ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസസ്. പോസ്റ്റ് റേസിൽ നിങ്ങൾ അലക്സ് മാർക്കസിന്റെ ബ്രീഫിംഗ് കേട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മനസ്സിലാവും അത്. കാരണം അലക്സ് മാർക്കസ് 2022 ബൈക്ക് ഓടിച്ചാണ് 23 ബൈക്ക് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ 22ഉം 23ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് ആയിരുന്നു. ആൻഡ് അലക്സ് മാർക്കസിന്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ചാണെങ്കിലും ഇത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ആദ്യമായിട്ടാണ് ഡുക്കാട്ടി ബൈക്സിൽ വരുന്നത്. കാരണം ഒരു വർഷം നമുക്ക് എന്തോരം ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റുക, പക്ഷെ നല്ല രീതിയിൽ ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റുന്നത് ഡുക്കാട്ടി കാണിച്ചു നിൽക്കുകയാണ്. സോ ആ ഒരു വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ട്. മാർക്ക് മാർക്കസിനെ കുറിച്ച് അധികം കമന്റ്സ് ഒന്നും ചെയ്യുന്നില്ല. ബട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം എത്രത്തോളം ഓവർ റൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ദ ഡുക്കാട്ടി 24 ബൈക്സ് ആർ ബ്രില്യൻറ്റ്. അവരുടെ കോർണർ എക്സിറ്റ് ആണെങ്കിൽ അടിപൊളിയാണ്, അവരുടെ കോർണർ എൻട്രി ആണെങ്കിൽ അടിപൊളിയാണ്. ഒരിടത്ത് അവർക്ക് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല.
സ്ട്രേറ്റ്സിലാണെങ്കിൽ പോലും അവർ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ടോപ്പ് സ്പീഡ്സ് ഒക്കെ നന്നായിട്ട് ഗെയിൻ ചെയ്യുന്നുണ്ട്. മെയിനായിട്ടും ക്വിക്കർ ആക്സിലറേഷൻസ് ആണ്. അപ്പോൾ അവർക്ക് ഓരോ കോർണറിലും ഒരുപാട് ടൈമുകൾ ഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അതുവഴി. അതുകൊണ്ട് തന്നെ ഐ ഡോണ്ട് തിങ്ക് മാർക്ക് മാർക്കസ് ഈസ് അഗെയിൻ ഇൻ ദ ടൈറ്റിൽ കണ്ടൻഷൻ, ബട്ട് ഹി വിൽ കീപ് ഫൈറ്റിംഗ്. അറ്റ്ലീസ്റ്റ് ഈ ഒരു സീസണിൽ ഒരു വിക്ടറിയെങ്കിലും ഒപ്പിക്കാൻ പറ്റുമെന്നുള്ളത് മാർക്കസ് നോക്കണം. കാരണം നമ്മൾ കോട്ടയിൽ അല്ലെങ്കിൽ സാക്ഷൻ റിംഗിൽ 100% മാർക്കസ് ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അൺഫോർച്ചുനേറ്റ്ലി സാക്ഷൻ റിംഗിൽ ഓരോ കാരണങ്ങൾ കാരണം ഹി കുഡന്റ് ക്വാളിഫൈ ഇൻ എ ബെറ്റർ പൊസിഷൻ. അതുപോലെ തന്നെ കോട്ടയിലാണെങ്കിലും ഡ്യൂ ടു അൺഫോർച്ചുനേറ്റ് ഇവൻറ്റ്സ് പുള്ളിക്ക് ക്രാഷ് ഔട്ട് ആവേണ്ടി വന്നു. പുള്ളി ക്രാഷ് ഔട്ടായി. അപ്പോൾ മാർക്കസ് ഇനി മെയിനായിട്ട് നോക്കേണ്ടത് എങ്ങനെയും ഒരു റേസ് ജയിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു റേസ് ജയിച്ചിട്ടുണ്ടെങ്കിലാണ് പുള്ളിക്ക് ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് മേ ബി അത് സംഭവിക്കാം. കാരണം ഡുക്കാട്ടി ഇപ്പോൾ കുറേ കൂടി അപ്ഡേറ്റ്സ് ഒക്കെ മാർക്കസിന് കൊടുക്കുന്നുണ്ട്. ലൈക്ക് പുള്ളിയാണെങ്കിൽ നെക്സ്റ്റ് ഇയർ ഫാക്ടറി റൈഡർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫാക്ടറി റൈഡറിന് 2025 ബൈക്കിലേക്ക് കയറാൻ ആ ഒരു ട്രാൻസിഷൻ കുറച്ചുകൂടെ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ 2023 ബൈക്കിന് കുറച്ചൊക്കെ അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ടെന്നാണ് നമ്മൾ കേട്ടത്. പക്ഷേ ഇപ്പോഴും 2023 ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്ന ബൈക്കാണ് മാർക്കസ് ഇപ്പോഴും ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ സെക്കൻഡ് ഹാഫിൽ വരുന്ന ബൈക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡിഫറൻസസ് ഉണ്ട്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ഡുക്കാട്ടി പറയുന്നത് ആ സെക്കൻഡ് ഹാഫ് ബൈക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കേപ്പബിലിറ്റി സാറ്റലൈറ്റ് ടീംസിന് ഇല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഗ്രിസീനിക്ക് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ഹാഫിൽ ബൈക്ക് കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഡുക്കാട്ടിക്ക് ഗ്രിസീനി മാത്രമല്ല, VR46 അക്കാഡമിയുടെ ഒരു ബൈക്കും കൂടിയുണ്ട്. അപ്പോൾ അവർക്കാണ് കുറച്ചുകൂടെ മുൻഗണന കൊടുക്കുന്നത്. സോ അവരുടെ ഒരു ഹൈറാർക്കി നോക്കുകയാണെങ്കിൽ ആദ്യം ഫാക്ടറി ടീം, പിന്നെ രണ്ടാമതായിട്ട് പ്രമാക് ഡുക്കാട്ടിയാണ്, മൂന്നാമതായിട്ട് VR46 ഡുക്കാട്ടിയാണ്, അതിന് ശേഷമാണ് ഗ്രിസീനി വരുന്നത്. സോ മാർക്കസിന് എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതേ സെയിം അപ്ഡേറ്റ്സ് തന്നെ VR46 കൊടുക്കേണ്ടതായിട്ട് വരും. ഐ തിങ്ക് ദർ ഇസ് എ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ഫോർ ദാറ്റ്. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയർ മാർക്കോ ബെക്സയ്ക്ക് ഇവിടെ VR46 കൊടുത്തില്ല, അല്ലെങ്കിൽ ഡുക്കാട്ടിയുടെ കൊടുത്തില്ലല്ലോ, മാർക്കോ ബെക്സയ്ക്ക് ടീം മാറുകയാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു അപ്ഡേറ്റ്സ് കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു ചിന്താരീതിയിലായിരിക്കാം ഡുക്കാട്ടി ആ ഒരു സെക്കൻഡ് ഹാഫിലുള്ള ബൈക്ക് ഇതുവരെ കൊടുക്കാത്തത്. പിന്നെ അവർക്ക് എന്തായാലും ഇനിയ ബാസ്നിനെ അല്ലെങ്കിൽ മാർട്ടിനെയൊക്കെ ഒന്ന് പയ്യെ തടഞ്ഞു നിർത്തണമെങ്കിൽ മാർക്കസും കൂടി ടോപ്പ് 3 പൊസിഷൻസിൽ റേസ് ചെയ്താലാണ് പറ്റത്തുള്ളൂ. കാരണം ഇനിയ ബാസ്നിനി ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ ടീം മാറുകയാണ്, ഹോഹെ മാർട്ടിനും ടീം മാറുകയാണ്. സോ ദേ ഡോണ്ട് വാണ്ട് പെക്കോ ബാഗ്നായി ടു ഹാവ് എനി ട്രബിൾ. സോ മാർക്കസ് അതിന് ഇടയ്ക്ക് ഒരു പ്ലേ ചെയ്യുകയാണെങ്കിൽ ഒരു സ്ട്രാറ്റജി എന്ന പോലെ മാർക്കസ് ബാക്കി 2 പേരിൽ നിന്നും കുറച്ചുകൂടെ പോയിന്റ്സ് എടുത്ത് ആ ഒരു ടൈറ്റിൽ കണ്ടൻഷൻ പെക്കോ ബാഗ്നയ്ക്ക് കുറച്ചുകൂടെ ഫേവറബിൾ ആക്കാൻ മാർക്കസിന് കഴിഞ്ഞിരിക്കും ഈ ഒരു സീസണിൽ. സോ അങ്ങനെ ഒരു ഗെയിമും കൂടി ഡുക്കാട്ടി ഇപ്പോൾ നിലവിൽ നോക്കുന്നുണ്ടാവും. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവർ റേസ് ചെയ്യുന്നതെല്ലാം അവർക്ക് ടൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ടീമുകളും അത് തന്നെയാണ് നോക്കുക. അപ്പോൾ മാർക്കസിൻ്റെ കാര്യം അങ്ങനെയാണ്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഐ തിങ്ക് മെയിൻ റേസിൽ അത്യാവശ്യം അടിപൊളിയായിട്ട് നമ്മൾ കണ്ടൊരു ഫൈറ്റ് എന്ന് പറയുന്നത് അലക്സ് മാർക്കസ് വേഴ്സസ് ഗ്രിസീനിയുടെ ഫാബിയോ ഡിജന്റോണിയാണ്. സോ ഡിജന്റോണിയോ ഹി വാസ് കുറച്ചുകൂടെ അടിപൊളി ഫോം ആയിരുന്നു പുള്ളി. അപ്പോൾ അലക്സ് മാർക്കസ് വാസ് ബിഹൈൻഡ് മാർക്കസ് ഇൻ ദ മെയിൻ റേസ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നമുക്കൊരു ക്ലാസിക് മോട്ടോ GP റേസ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് വാസ് സോ ഫൺ ടു വാച്ച്. കാരണം കുറച്ച് നാളായിട്ട് അങ്ങനെ ക്ലോസ് ബാക്ക് ടു ബാക്ക് ബാറ്റിൽസ് നമ്മളങ്ങനെ കാണാറില്ല. ഒരാൾ ഓവർടേക്ക് ചെയ്യുന്നു, അടുത്ത ആൾ വീണ്ടും തിരിച്ചു വരുന്നു, അത് കഴിയുമ്പോൾ വീണ്ടും അടുത്ത ആൾ ഓവർടേക്ക് ചെയ്യുന്നു. അത് ഇറ്റ് വാസ് ആക്ച്വലി ഫൺ ടു വാച്ച്. കാരണം ബാക്കി നമ്മൾ റേസ് നോക്കുവാണെങ്കിൽ ഇനിയ ബാസ്നിയുടെ ഒരു നല്ലൊരു പവർ സർജ് വെച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ വേറെ നമുക്ക് അത്ര എക്സൈറ്റിംഗ് ആയിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇവരുടെ ആ ഒരു ഫൈറ്റ് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബാക്കിയുള്ള മാനുഫാക്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വീണ്ടും നമ്മൾ കാണിച്ചിരുന്ന ഒരു കാര്യം ഡുക്കാട്ടി ഈസ് മൈൽസ് അവേ എന്നുള്ളതാണ്, അല്ലെങ്കിൽ മൈൽസ് അഹെഡ് എന്നുള്ളതാണ്. അപ്രീലിയ ആദ്യം കുറച്ച് പ്രോമിസിംഗ് ആയിരുന്നു, പക്ഷെ അപ്രീലിയ ഈസ് നോട്ട് ഗെറ്റിംഗ് ഇൻ ടു വെയർ ദേ വോണ്ട്. ആക്ച്വലി അലക്സ് എസ്പാർഗോയ്ക്കാണ് പോൾ പൊസിഷൻ കിട്ടിയത്, പക്ഷേ പുള്ളിക്ക് അതൊരു റേസിൽ ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയില്ല. ബിക്കോസ് Ducati is so dominant. Even 23 Ducati was overtaking 24 Aprilia. അപ്പോൾ അവർക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാനുണ്ട്. ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഇനിയിപ്പോൾ വരാൻ പോകുന്ന പുതിയ റൈഡേഴ്സ് ഒക്കെ വെച്ചിട്ട് ദേ ക്യാൻ ഡു സം മാജിക്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ KTMന്റെ കാര്യം നോക്കുകയാണെങ്കിൽ KTM കഴിഞ്ഞ സീസണിൽ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് KTMും ഒരു ടൈറ്റിൽ കണ്ടക്ടറാണ്, അല്ലെങ്കിൽ ഡുക്കാട്ടിക്ക് ഏകദേശം അടുത്ത് തന്നെ KTM എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. മേ ബി ഇറ്റ് വാസ് ബ്രാഡ് ബിൻഡർ ആൻഡ് ജാക്ക് മില്ലർ ഓവർ റൈഡിങ് ദ ബൈക്ക്. ബട്ട് എനിവേ ഈ ഒരു വർഷം GP24 ആയിട്ട് ഒരു രീതിയിലും KTMന്റെ പുതിയ ബൈക്കുകൾക്ക് എത്താൻ പറ്റുന്നില്ല. നമ്മൾ ആദ്യമൊക്കെ നമ്മുടെ പെഡ്രോ അക്കോസ്റ്റയിൽ നിന്ന് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള റേസുകൾ കണ്ടു, പക്ഷേ ഇപ്പോൾ പയ്യെ പുള്ളി പുറകോട്ടേക്ക് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് മേ ബി ഏതെങ്കിലും ഒരു ഫേവറബിൾ ട്രാക്കിൽ, ഐ മീൻ ഇനി വരാൻ പോകുന്നത് റെഡ് ബുളിന്റെ സ്വന്തം ട്രാക്കിലാണ്, ഓസ്ട്രിയൻ GP ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ മേ ബി അവിടെ അവർക്ക് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയേക്കാം. പക്ഷേ ഇറ്റ് ഈസ് മോർ ഓഫ് എ പ്ലേ ഗ്രൗണ്ട് ഓഫ് ഡുക്കാട്ടി അവിടെ കംപ്ലീറ്റ് ഡോമിനേഷൻ ആയിരിക്കുമെന്ന് നമുക്ക് പറയാതിരിക്കുന്ന വെറുതെയില്ല. കാരണം
GP23 അടുത്ത് പോലും KTMന് അത്രയ്ക്ക് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് 24 ഇസ് ലീഗ്സ് അഹെഡ്. അപ്പോൾ KTMന് ഇനി ഒരുപാട് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാനുണ്ട്. അതേസമയം ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് യമഹയുടെ കാര്യമോ ഹോണ്ടയുടെ കാര്യമോ പറയേണ്ടതായിട്ട് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൂക്ക മറീനി ആക്ച്വലി ഒരു പോയിന്റ് എങ്ങാണ്ട് നേടിയായിരുന്നു മെയിൻ റീസിൻ്റെ സമയത്ത്. പക്ഷേ പുള്ളിയുടെ ടയർ പ്രഷർ ഒരു വില്ലനായിട്ട് വന്നു. ആൻഡ് അഗെയിൻ 16 സെക്കൻഡ്സിൻ്റെ എങ്ങാണ്ട് പെനാൽറ്റി കിട്ടി. സോ ആ കിട്ടിയ പോയിട്ട് അതുപോലെ തന്നെ അങ്ങ് പോയി. ഹോണ്ട നീഡ്സ് ടു ഗെറ്റ് ദ ഷിറ്റ് ഡൺ. ബിക്കോസ് ഒരുപാട് ഡോമിനേറ്റിംഗ് ആയിട്ട് നിന്നിരുന്ന ഒരു മാനുഫാക്ചറർ ഇപ്പോഴും എങ്ങോട്ട് പോകണമെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ട്, ഒരു ഡയറക്ഷൻ ഇല്ലാണ്ട് ഇങ്ങനെ റേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി അവർ 2027 മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഹോണ്ട നീഡ്സ് ടു ഗെറ്റ് ദർ ഷിറ്റ് ഡൺ. അറ്റ്ലീസ്റ്റ് യമഹ ഇസ് ഡൂയിങ് സംതിങ്. അവർ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസസ് കൊണ്ടുവരുന്നുണ്ടെന്ന് അലക്സ് റിൻസ് അതുപോലെ തന്നെ ഫാബിയോ ക്വാട്ടറാറോയും പറയുന്നുണ്ട്. സോ അത് റേസിലേക്ക് പയ്യെ വരത്തേ ഉള്ളൂ. യമഹയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം ബാക്കി 3 യൂറോപ്യൻ മാനുഫാക്ചറേഴ്സും ദേ ആർ ലീഗ്സ് അഹെഡ് ഓഫ് ദിസ് ജാപ്പനീസ് കൗണ്ടർ പാർട്സ്. ഇനിയിപ്പോൾ ഐ തിങ്ക് പറയാനുള്ളത് ബാക്കി ഇനി ട്രാൻസ്ഫർ വിൻഡോനെ കുറിച്ചാണ്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഐ തിങ്ക് ഇനി നമുക്ക് വേറെ ഒന്നും ഇത്തവണ പറയാനില്ല. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.